നടക്കുന്നില്ല. ബട്ട് ഇതെല്ലാം നമുക്ക് ബേസിക്കലി നമുക്ക് മനുഷ്യ സഹജമായ സ്വഭാവമാണ് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ കാണിക്കുകയായിരുന്നു. എല്ലാവർക്കും ഇന്നൊവേഷൻ ചെയ്യാം. ഇന്നൊവേഷൻ ആണെന്ന് നമ്മൾ ഒന്ന് ഇന്നൊവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഇന്നൊവേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞ സ്വഭാവത്തിനെ എങ്ങനെ ഉണർത്താം. എനിക്ക് ലളിതമായിട്ടൊരു മാർഗനിർദ്ദേശമാണ് നിങ്ങളോട് തരാനുള്ളത്. ബോത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ, they wake up when you demand ideas. നമ്മൾ വളരെയധികം നമ്മുടെ ബുദ്ധിയോട് ഐഡിയാസ് ആവശ്യപ്പെടുമ്പോഴാണ് ഇന്നൊവേഷൻ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പ്രശ്നം ഫേസ് ചെയ്യും. ഇപ്പം ഈ കഥ വന്ന് അടയുന്നത് തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പ് ചാറ്റിൽ വന്ന് സംസാരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കൂടിയിരിക്കുന്നിടത്ത് വന്ന് മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് വളരെ ദോഷകരമായ കാര്യമാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. അങ്ങനെ ചെയ്യാതിരിക്കൂ. ഇതെല്ലാം ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ടൈപ്പ് ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കൂ. ഓക്കെ, അപ്പം നമ്മൾ ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ ഇന്നൊവേഷനെ ഉണർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന വഴിയിലാണ്. ഒന്ന്, യു ഡോണ്ട് ലുക്ക് ഫോർ എ സിംഗിൾ സൊല്യൂഷൻ. ഇന്നൊവേഷൻ ഉണ്ടാകണമെങ്കിൽ യു ലുക്ക് ഫോർ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ്. എൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു നിങ്ങൾക്കുള്ള ഉപദേശമാണ്. ഇന്നൊവേഷൻ സംഭവിക്കണമെങ്കിൽ മനുഷ്യ മനസ്സിലാണ് ഇന്നൊവേഷൻ സംഭവിക്കുന്നത്. ആ ഇന്നൊവേഷൻ സംഭവിക്കണമെങ്കിൽ ഫോർ ദ പ്രോബ്ലം ദാറ്റ് യു ആർ ട്രൈങ് ടു സോൾവ്, യു ട്രൈ ടു ജനറേറ്റ് മെനി 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 സൊല്യൂഷൻസ്. അപ്പോഴാണ് ബ്രെയിനിൽ നിന്ന് പുതിയ ഐഡിയാസ് വരും. നമ്മളൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരൊറ്റ സൊല്യൂഷൻ ശ്രമിച്ചാൽ നോർമലി അതൊരു ഓബ്വിയസ് സൊല്യൂഷൻ, നോട്ട് വെരി സക്സസ്ഫുൾ സൊല്യൂഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് സപ്പോസ് യു സ്റ്റാർട്ട് തിങ്കിങ്, ഓ ഐ ഹാവ് ടു ഡെവലപ്പ് 25 സൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴാണ് ബ്രെയിനിന് ഒരു ചലഞ്ച് ഉണ്ടാകുകയും ബ്രെയിൻ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങുകയും ചെയ്യും. ബ്രെയിനിൻ്റെ അടുത്ത് നമ്മൾ ഓർഡിനറി ഒരു ചോദ്യം ചോദിച്ചാൽ ഇറ്റ് നോർമലി ഡസ് നോട്ട് കം ഔട്ട് വിത്ത് ഗ്രേറ്റ് ആൻസേഴ്സ്. അതിന് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ റാഗിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ വേറെ ഒരു ഇൻ്റലക്ച്വൽ ഒരു റാഗിങ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അഡ്മിറ്റ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾ 25 ഉപയോഗങ്ങൾ പെൻസിലിൻ്റെ, നമ്മൾ എഴുതുന്ന പെൻസിലുണ്ടല്ലോ, അതിൻ്റെ 25 ഉപയോഗങ്ങൾ എഴുതിക്കൊണ്ടുവരാൻ പറയും. 1 മണിക്കൂർ കൊടുക്കും. അപ്പം നമ്മൾ പെൻസിലിൻ്റെ ഒരു ഉപയോഗം എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും സാറിന് എഴുതുന്നത് വരയ്ക്കാൻ കൊള്ളാം, പടം വരയ്ക്കാൻ കൊള്ളാം, എഴുതാൻ കൊള്ളാം എന്നാണ്. അതാണ് ബ്രെയിൻ പെട്ടെന്ന് കൊടുക്കുന്ന ആൻസർ. പെൻസിൽ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് പരീക്ഷിച്ചു. യു റൈറ്റ് 25 യൂസസ് ഓഫ് പെൻസിൽ, ദെൻ വി വിൽ ഫൈൻഡ് ടു അവർ സർപ്രൈസ് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്ത ഒരുപാട് ആശയം ബ്രെയിനിൽ നിന്ന് വരാൻ തുടങ്ങും. സിംപ്ലി ബിക്കോസ് യു ഫോഴ്സ്ഡ് യുവർ സെൽഫ് ടു സേ 25 സൊല്യൂഷൻസ്. 1 or 2 ആണ് ചോദിക്കുന്നതെങ്കിൽ ബ്രെയിൻ ഡസ് നോട്ട് ഭയങ്കരമായിട്ടും ആക്ട് ചെയ്യാറില്ല. ദ മൊമെന്റ് യു ആസ്ക് ഡിമാൻഡ് മോർ, ഇറ്റ് സ്റ്റാർട്ട്സ് ആക്ടിങ്. ഇത് എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന യങ് ഫ്രണ്ട്സിനെല്ലാം ഉപയോഗിക്കാവുന്ന വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഡിമാൻഡ് മോർ ഫ്രം യുവർ ഇൻ്റലക്ട് വെൻ യു വോണ്ട് ടു സോൾവ് പ്രോബ്ലംസ്. പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാം. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്നൊവേഷനെ പറ്റിയുള്ള തിയറീസ് വായിക്കാം. ഇന്നൊവേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് ഐഡിയാസ് നമുക്ക്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നില്ല. ഞാനത് പറഞ്ഞ സ്വാഭാവികമായിട്ട് നമുക്കുള്ളൊരു സ്വഭാവമാണ്. ഒരു ചെറിയ ഉദാഹരണം, ഈ തിയറീസൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്നൊവേഷനെ തളർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇന്നൊവേഷനെ തളർത്തുന്നത് വിമർശനമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ പറയും വിമർശനം ഇസ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ വിമർശനാത്മക ചിന്ത എന്ന് നമ്മൾ പറയും, ക്രിട്ടിക്കൽ തിങ്കിങ്. അതെ, അത് ഉപയോഗിക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ അത് ഉപയോഗിക്കണം. പക്ഷേ വെൻ യു ജനറേറ്റ് ഐഡിയാസ്, ക്രിറ്റിസിസം ഹാസ് നോ റോൾ. ആ ജനറേറ്റ് ചെയ്യുന്ന ഫേസിൽ ക്രിറ്റിസിസത്തിന് റോളില്ല.
അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ ജനറേറ്റ് ചെയ്ത ഐഡിയയെ വിമർശിച്ചുകൊണ്ടുള്ള ചർച്ച വേറെ വേണമെങ്കിൽ സംഘടിപ്പിക്കാം. പക്ഷെ വെൻ യു ജനറേറ്റ് ന്യൂ ഐഡിയാസ്, മൈൻഡ് ഷുഡ് നോട്ട് ബി ഇൻ ക്രിട്ടിക്കൽ മോഡ്, ഇറ്റ് ഷുഡ് ബി ഇൻ എ പ്ലേഫുൾ മോഡ്. കൊച്ചുകുട്ടി ഒരു കളിപ്പാട്ടം ഉണ്ടാക്കുന്നത് പോലെ പ്ലേഫുൾ ആയിരിക്കണം മനസ്സ്. ഏത് ഐഡിയയും ഇസ് ഓക്കെ എന്ന് നമുക്ക് തോന്നണം. റാദർ ദാൻ തിങ്കിങ്, ഓ ഇത് ശരിയാവുമോ, ഇത് നല്ല ഐഡിയ ആണോ, ഇത് വർക്ക് ചെയ്യുമോ, ഇസ് ദിസ് റിയലി ഗോയിങ് ടു ഹാപ്പൻ എന്ന് ചിന്തിച്ചിട്ടല്ല ഇന്നോവേറ്റ് ചെയ്യേണ്ടത്. ഇന്നോവേഷന്റെ ഇനിഷ്യൽ ഫേസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേഫുൾ ഫേസ്. ആ സമയത്ത് നമ്മൾ സ്വതന്ത്രമായിട്ട് എന്ത് ആശയം വന്നാലും അതിനെ സ്വീകരിക്കണം. അതിനെ വിമർശിക്കണമെങ്കിൽ പിന്നീട് വിമർശിക്കാം. ഈ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന സമയം വിമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബ്രെയിൻ സ്റ്റോമിംഗ് നമ്മളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ. എല്ലാവരും കൂടിയിരുന്ന് ആശയങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്ന് പറയുന്നത്. ദ ഗോൾഡൻ റൂൾ ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ് ഈസ്, ഡ്യൂറിങ് ബ്രെയിൻ സ്റ്റോമിംഗ് വി ഡു നോട്ട് അസസ് ദി ഐഡിയാസ്. ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞ് ശരിയായില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കില്ല, പറയാൻ പാടില്ല, എങ്കിൽ അത് ബ്രെയിൻ സ്റ്റോമിംഗ് അല്ല. ബ്രെയിൻ സ്റ്റോമിംഗ് ഈസ് എ സെഷൻ വെയർ everybody can freely generate suggest ideas, freely suggest ideas. അപ്പോൾ നിങ്ങളും അത് മനസ്സിലാക്കിക്കോണം. നിങ്ങൾ ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും, നിങ്ങൾ ഫ്രണ്ട്സ് ആർ സിറ്റിംഗ് ടുഗദർ ആൻഡ് ജനറേറ്റിംഗ് ഐഡിയാസ്, അത് ശരിയല്ല എന്ന് പറയുന്നവരല്ല നമുക്ക് ആവശ്യം. കൗതുകത്തോടെ കാണും, പ്ലേഫുൾ മൈൻഡോടെ കാണുക എന്നുള്ളത്. പിന്നെ ഇവാലുവേറ്റ് ചെയ്യുകയും ക്രിട്ടിക്കലി ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നത് പിന്നീട് ചെയ്യാവുന്ന കാര്യമാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. പിന്നെ വേറൊന്നാണ് ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആശയങ്ങളുണ്ട്. അതിന് ഒരെണ്ണമാണ് ഡി ബോണോസ് തിങ്കിങ് ഹാറ്റ് എന്ന് പറയും. നിങ്ങൾ തലയിൽ ഒരു തൊപ്പി എടുത്ത് വെക്കുന്നു എന്നാണ്. അതായത് യു ആർ ചേഞ്ചിങ് യുവർ റോൾ. ഇപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടി, യു വോണ്ട് ടു പ്രൊഡ്യൂസ് എ റെസ്പോൺസ്. അപ്പോൾ യു പുട്ട് എ ഹാറ്റ് ഓഫ് എ കാർപ്പൻറ്റർ. ഒരു കാർപ്പൻറ്റർ ഈ പ്രശ്നത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു വീട്ടമ്മ ഈ വിഷയത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു വീട്ടച്ഛൻ ഈ വിഷയത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു പെയിന്റർ ഈ വിഷയത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു കവി ഈ വിഷയത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പോൾ നിങ്ങൾ സ്വയം വേറൊരാളായി കരുതിക്കൊണ്ട് ചിന്തിച്ചാൽ പുതിയ ആശയങ്ങൾ വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നോക്കൂ, നമ്മുടെ നാട്ടില് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളെല്ലാവരും അഡോബി എന്ന് കേട്ടിട്ടില്ലേ? അഡോബി ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ വലിയ കമ്പനിയാണ്. സോഫ്റ്റ്വെയർ ഒരുപാട് പാക്കേജസ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിയുടെ CEO ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹം കൂടെ ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹം റോഡിലെ ചുവരിൽ കണ്ട ഒരു ചുവരെഴുത്ത്, നമ്മുടെ നാട്ടിലെ SUCI എന്ന് പറഞ്ഞ ഒരു സംഘടന എഴുതിയിരിക്കുന്ന ചുവരെഴുത്ത് കണ്ടിട്ട് അദ്ദേഹം അവിടെ നിന്നു. നമ്മളെല്ലാം അത് കണ്ട ഉടനെ ആലോചിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അത് ഇന്ന ഭാഗത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, അതിൻ്റെ ആദർശങ്ങൾ ഇന്നതാണ്, ഇത് അവരുതാണ്ട് ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു സവിശേഷമായ ഒരു ഫോണ്ടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, അക്ഷരം. എന്നിട്ട് അദ്ദേഹം അത് ഫോട്ടോ എടുത്തു, അതിനെ ഫോണ്ടായിട്ട് മാറ്റാനായിട്ട്. നോക്കൂ, നമ്മൾ ആരെങ്കിലും ഒരു രാഷ്ട്രീയ പരസ്യത്തിന് മുമ്പ് കൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഫോണ്ടിൻ്റെ യുണീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പക്ഷെ അദ്ദേഹം അതാണ് കണ്ടത്. അതാണ് തിങ്കിങ് ഹാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പോയി ഇപ്പോൾ ഒരു വിഷയത്തിനെ പറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും അതിനെപ്പറ്റി. അതേ കാര്യം തന്നെ നമ്മൾ രാഷ്ട്രീയക്കാരൻ്റെ ചോദിച്ചാൽ അദ്ദേഹം വേറെ രീതിയിലാണ് പറയുന്നത്, അധ്യാപകൻ്റെ ചോദിച്ചാൽ വേറെ രീതിയിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾ സ്വയം അങ്ങനെ ഒരു തിങ്കിങ് ഹാറ്റ് വെയർ ചെയ്യൂ. അനദർ തിങ് ഈസ് ടു ആസ്ക്. നിങ്ങൾ പോലീസുകാരുടെ അടുത്ത് ചോദിക്കാം നിങ്ങൾ ചെയ്യുന്ന പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ നാട്ടിലെ വലിയ ഒരു വിഷയം, നിങ്ങൾക്ക് ഇന്നോവേറ്റ് ചെയ്യാനൊക്കെ ഒരു വലിയ മേഖലയാണ് ഈ ഡ്രഗ് അബ്യൂസ്. അപ്പം നിങ്ങൾ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതിനെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പം അദ്ദേഹം പറഞ്ഞു തരിക എന്തായിരിക്കും? അദ്ദേഹം ഈ ഡ്രഗിൻ്റെ ആൾക്കാർ ആരാണ് കൊണ്ട് വിൽക്കുന്നത് കൊടുക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പക്ഷെ ഒരുപക്ഷെ പറയും, ഇന്ന റീഏജന്റ് ഉപയോഗിച്ചിട്ട് ഒരു വൈപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അത് സ്കൂളിലെ ബെഞ്ചിൽ പോയി തുടച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അവിടെ ആരെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്ക് ഒരു സയന്റിസ്റ്റാണ് പറഞ്ഞു തരുന്നത്. നേരെ മറിച്ച് നമ്മളൊരു വീട്ടമ്മയുടെ അടുത്ത് ചോദിച്ചാൽ വീട്ടമ്മ പറയും, ആ കുഞ്ഞിനെ സ്നേഹത്തോടെ വളർത്തണം, അച്ഛനമ്മമാർ കുഞ്ഞിന് ഒരുപാട് സ്നേഹം കൊടുക്കണം, കുഞ്ഞുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. കവിയോട് ചോദിച്ചാൽ കവി പറയും കുട്ടിയെ കവിത വായിപ്പിക്കണം.
ഇങ്ങനെ ഓരോരുത്തരും ഓരോ പോലീസുകാരുടെ അടുത്ത് ചോദിച്ചാൽ പോലീസുകാരൻ പറയും നമുക്ക് പെട്ടെന്ന് ഒരു പിന്നെ ഇന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്ത് ഇത് വിൽക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ പലരും പല കാര്യമാണ് പറയും. അത് അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് അവർ മാറി മാറി പറയും. അപ്പൊ അതുപോലെ നമ്മൾ ഒരു തിങ്കിങ് ഹാറ്റ് നമ്മൾ അസ്യൂം ചെയ്യണം ദാറ്റ് വി ആർ എ പോലീസ് മാൻ ഓർ വി ആർ എ ഡോക്ടർ വി ആർ എ പൊളിറ്റീഷ്യൻ. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് അതിനെ അസ്യൂം ചെയ്യാൻ ഒക്കില്ലെങ്കിൽ യു ഷുഡ് പോസിബിളി ആസ്ക് ദം. അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ ഇന്നവേറ്റീവ് ഐഡിയാസിന് വലിയ പുതുമ ഉണ്ടാകും. പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ദാമോദരൻ സാർ, ഈ മെസ്സേജിൽ വന്ന് സംസാരിക്കുന്ന കുട്ടികളുടെ പേര് റെക്കോർഡ് ചെയ്ത് വെക്കണം സാർ. സർവീസ് ടു ദ സൊസൈറ്റി ടു ഡു ദാറ്റ്. കുട്ടികൾ താഴെ വന്ന് പരസ്യമായി സാർ ഒരു മിനിറ്റ്. ചില കുട്ടികളെ ആവശ്യമില്ലാത്ത പോസ്റ്റിങ്ങിനെ തരുന്നുണ്ട്. നിങ്ങൾ ഈ പ്രോജക്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടുപിടിച്ചാൽ. അല്ല സാർ, റിമൂവ് ചെയ്യുക മാത്രമല്ല സാർ, ആ പേരൊന്ന് റെക്കോർഡ് ചെയ്തിട്ടേ പേരൊന്ന് സാറ് നോട്ട് ചെയ്യണം. ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാർ വളരെ മോശമായിരിക്കും. ഞാനിപ്പോ കണ്ടു സംഭവം. നിങ്ങളുടെ പേരിൽ ആക്ഷൻ പറഞ്ഞേക്കാം. ആലോചിച്ച് നോക്കൂ എന്തുമാത്രം മോശമായ കാര്യമാണ്. ഇത്രയും സീരിയസ് ആയിട്ട് ടോക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെയ്യുന്ന പറഞ്ഞാല് വളരെ മോശമായിരിക്കും. ഓക്കെ. ഇല്ല, 144 പേരുടെ മുമ്പിലാണ് ഇതൊക്കെ പറയുന്നത് ഈ കുട്ടികൾ കേട്ടോ. അവര് തന്നെയാണ് മോശമാകുന്നത്. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാ സാധനവും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനിയിപ്പോ നമ്മൾ ഇട്ടിരിക്കുന്ന ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അതിനകത്ത് കാണും. നിങ്ങൾ എല്ലാവരും ആൾക്കാർ കണ്ടിരിക്കും. ഓക്കെ, പ്ലീസ് സാർ. ഈ സന്ദേശം കൊടുത്തിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഓർഗനൈസേഴ്സ് ഇത് നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരാതിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ കരുതിയല്ല അത് ചെയ്യേണ്ട വളരെ അമാന്യമായ കാര്യമാണ് ഈ ചെയ്യുന്നത് കേട്ടോ. എത്രയും പേര് ഇരിക്കുന്നിടത്ത് പരസ്യമായിട്ട് സഭ്യ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് കേട്ടോ. ദയവ് ഇത് മനസ്സിലാക്കൂ. അപ്പോ ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള അതാണ്. വായിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം നമുക്ക് വായിക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ബോത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, ഇത് രണ്ടും മനുഷ്യര് നേച്ചറിനോട് അടുത്ത് നിൽക്കുമ്പോൾ സമയത്താണ് അവർക്കത് കൂടുതൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും. നിങ്ങളൊരു മുറി അടച്ചിട്ട് അതിനകത്തിരുന്നല്ല ഇന്നോവേറ്റ് ചെയ്യുകയോ ക്രിയേറ്റ് ആവുകയോ ചെയ്യും. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഇത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞ് അദ്ദേഹം കവിത എഴുതാനായിട്ട് വളരെ തുറന്ന കടപ്പുറത്തുള്ള ഒരു ബംഗ്ലാവിൽ ചെന്നിരുന്നിട്ട് കടലിലേക്കും മാനത്തേക്കും നോക്കിയിട്ടാണ് അദ്ദേഹം കവിത എഴുതുന്നത്. അതിന് കവിത എങ്ങനെയാണ് വരുന്നത്? ചിത്രകാരന്മാർ പലരും ഈ ചിത്രം വരയ്ക്കാനായി പല ക്യാമ്പുകൾ, അവരുടെ മനോഹരങ്ങളായിട്ടുള്ള അരുവികളും മരങ്ങളും ഒക്കെ മരക്കൂട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ചെന്ന് കോട്ടേജസ് ഉണ്ടാക്കി അവിടെ താമസിച്ചിട്ടാണ് ഒരു പടം വരയ്ക്കുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം നമ്മളെ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇന്നോവേഷനും അത് ഉപയോഗിക്കാം. നമ്മളൊരു മുറിക്കകത്ത് മേശയും കസേരയും ഇട്ടിരുന്നൊരു കടലാസും എടുത്തു വെച്ചല്ല ഇന്നോവേറ്റ് ചെയ്യുന്നത്. യു ക്യാൻ ഓൾവേസ് ഇന്നോവേറ്റ് ബൈ ബീങ് അറൗണ്ട് ഇൻ നേച്ചർ. കടപ്പുറത്ത് നിന്നിരുന്നിട്ട് ആലോചിക്കാം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അഫ്കോഴ്സ് നമ്മുടെ നാട്ടിൽ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഇന്നോവേറ്റ് ചെയ്യുന്നതിന് വലിയ സാധ്യതയുണ്ട്. കേരളത്തിൽ പോലുള്ള സ്ഥലത്ത് വലിയ വ്യവസായം ഒന്നും ചെയ്യാനൊക്കാത്ത സ്ഥലത്ത് നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഇന്നോവേഷൻസ് ചെയ്യാനും. ഫ്രണ്ട് അക്കൗണ്ട് യൂസ് ചെയ്തു എന്ന് താഴെ ഒരാൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഫ്രണ്ടിന് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പാസ്വേഡ് കൊടുക്കാൻ പാടില്ല. അത് വളരെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉടനെ തന്നെ താങ്കളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യൂ എന്നാണ് ഈ താഴെ എഴുതിയ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. യു ആർ റെസ്പോൺസിബിൾ. വേറെ ഒരാൾ അക്കൗണ്ട് ഉപയോഗിച്ചാൽ യു ആർ റെസ്പോൺസിബിൾ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നോവേഷൻ, ആ മേഖലയിലുള്ള ഇന്നോവേഷൻസ് ചെയ്യാം. ഞാൻ ഒരു ചെറിയ മേഖല നിങ്ങളടുത്ത് പറയാം. ഇന്നോവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖല. മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അവന്റെ ആരോഗ്യം. അവന് താഴെ ഒരാൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത്. അവന്റെ വേദന അകറ്റുക, രോഗങ്ങൾ മൂലമുള്ള വേദന അകറ്റുക. ഇത് രണ്ടും മനുഷ്യന് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇന്നോവേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. ഈ ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ പരമ്പരാഗത വിഷയങ്ങൾ ഇന്ന് പഴയതിനേക്കാളും വലിയ പ്രാമുഖ്യത്തോടെ എണീച്ച് നിൽക്കുകയാണ്. ബിക്കോസ്
ഇനിയത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ഫോർ ഡിസീസസ്, ക്യാൻസറിനുള്ള വാക്സിൻ, ഡയബറ്റീസ് പിടിച്ചു നിർത്താനൊക്കുന്നു. ഇപ്പോഴും മരുന്നുകളൊക്കെ ഉണ്ട്, കുറേയൊക്കെ അതിനെ നിയന്ത്രിക്കാം, പക്ഷെ പിടിച്ചു നിർത്താനൊക്കുന്നു. അതുപോലെ നമ്മളെ ഏജിങ്, വയസ്സാകാതിരിക്കാനുള്ള മരുന്ന്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡ്രഗ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ സാങ്കേതിക വിദ്യയാണ് ഇപ്പം പലരും ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം. അപ്പൊ ആ മേഖല വളരെ ശക്തമായിട്ടുള്ളൊരു മേഖല. പിന്നെ മറ്റൊന്ന് നമ്മുടെ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ മേഖലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ കരുതുന്നു ഒരു വരുന്ന 10-25-50 വർഷത്തിനകത്ത് നമ്മൾ ഓരോ വീട്ടിലും ഒരു കാർ എന്ന് പറഞ്ഞ പോലെ ഓരോ വീട്ടിലും ഒരു റോബോട്ട് ഉണ്ടാകും. ആ റോബോട്ട് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും. ദോശ ചുടും, മുറ്റമടിക്കും, ചെടിക്ക് വെള്ളം ഒഴിക്കും, തെങ്ങിൽ കയറും, തേങ്ങ പൊതിക്കും, നമ്മളെ കാല് വേണമെങ്കിൽ തിരുമ്മിത്തരും, നമുക്ക് പാട്ട് പാടിത്തരും, നമ്മളുമായിട്ട് സംസാരിക്കും, നമ്മുടെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കും, എല്ലാം ചെയ്യും. മുറ്റത്ത് പാമ്പുണ്ടെങ്കിൽ അതിനെ പിടിക്കും. ഇതിനൊന്നിനും പേടിയില്ല, ഇതിനെ കൊത്തിയാൽ ഇത് മരിക്കുകയില്ലല്ലോ, ഇതിനെ ലോഹമല്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു യന്ത്രം. അപ്പൊ ആ യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് 100 കണക്കിന് ഇന്നോവേഷൻസ് ഉണ്ടായാൽ മാത്രമേ റോബോട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ റോബോട്ട് ഒരൊറ്റ യന്ത്രമല്ല. പ്രസവിക്കാൻ വരെ കഴിവുള്ള റോബോട്ട് ഉണ്ടെന്നാണ് വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ എലോൺ മസ്ക് അത്തരത്തിലൊരു റോബോട്ടിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ വിളിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട്. അപ്പൊ ഇതെല്ലാം ഹൈടെക് മേഖലകളാണ്. ഇതിൽ ഇന്നോവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ടെക്നോളജിയിലോട്ട് ആഴ്ന്നിറങ്ങിയിട്ട് നമുക്ക് ചെയ്യാനൊക്കും. വെറുതെ ആശയങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാനൊക്കില്ല. പിന്നെ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ആശയങ്ങൾ വേണമെങ്കിലും ചിലപ്പോൾ വലിയതായിട്ട് കൊണ്ടുവരാനാകും. ഉദാഹരണത്തിന് ഇപ്പൊ ചൈനയിൽ ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ വന്നു. അതൊരു ഭയങ്കര കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അമേരിക്കയിൽ ChatGPT ഉണ്ടാക്കിയതിന്റെ സംവിധാനത്തിനകത്ത് അവർ കുറച്ച് കുറവ് വരുത്തി. അതിൽ എത്ര ചിപ്പ് ഉപയോഗിക്കണം, അതിൽ എത്ര ആക്യുറസി ഉണ്ടാക്കണം, അവർ കണ്ടുപിടിച്ചു. അത് കുറഞ്ഞാലും കുഴപ്പമില്ല. അതാണ് അവരുടെ വലിയ കണ്ടുപിടുത്തം. അതിനകത്ത് ആഴ്ന്നിറങ്ങി പ്രവർത്തിച്ചാലേ അത് ചെയ്യാനും. ഇപ്പൊ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് റിക്വയർ യു ടു എൻറ്റർ ദി ഫീൽഡ് ഓഫ് ടെക്നോളജി. പക്ഷെ മനുഷ്യന് അല്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് സാധിക്കും. ചിലർ പറയും മനുഷ്യര് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. എഡിസൺ, ലോകത്തെ ഏറ്റവും വലിയ ഇൻവെന്റർ ആയിട്ട് പറയുന്ന എഡിസനായി. അപ്പൊ നമ്മളെന്തെങ്കിലും കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതൊന്നും രക്ഷയില്ല. അല്ലേ, എഡിസൺ കണ്ടുപിടിച്ചു എന്നാണ് തമാശ പറയുന്നത്. 1047 കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിന്റെ പേരിൽ പേറ്റന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1047. പക്ഷെ ഞാനപ്പം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ആ പട്ടിക നോക്കിയാൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആൾക്കാരുടെ പട്ടിക നോക്കിയാൽ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എഡിസൺ. ഇന്നും എഡിസന്റെ പേരാണ് ഏറ്റവും മുകളിൽ. പക്ഷെ നിങ്ങൾ താഴോട്ട് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരാളുടെ പേര് കാണാൻ സാധിക്കും. അജിത് കുമാർ എന്നാണ് പേര്. 770 കണ്ടുപിടുത്തമുണ്ട്. അപ്പൊ അദ്ദേഹം എന്നെക്കാൾ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇന്നും എഡിസന്റെ ഏകദേശം അടുത്ത് ഉള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ നേച്ചർ വേറെ ആയിരിക്കും. പഴയ കാലത്തെ കണ്ടുപിടുത്തങ്ങൾ മിക്കതും വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ ബൾബ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ടെലിഫോൺ കണ്ടുപിടിച്ചു. ഇപ്പൊ അതുപോലുള്ള അനേകം കണ്ടുപിടുത്തങ്ങൾക്ക് പകരം ചെറിയ ചെറിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു യന്ത്രത്തിനകത്തോട്ട് പ്രവേശിച്ചിട്ട് സെർവ് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോൺ ഈസ് അബൌട്ട് 150 ഇന്നോവേഷൻസ്. അപ്പോൾ ഇന്നോവേഷനെ പറ്റി ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ബാക്കി ഞാൻ സംസാരിക്കാം. പ്രൊഫസർ ദാമോദരൻ, അങ്ങനെ പോരെ? തീർച്ചയായും. ഇനി കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാം. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ചോദ്യം ചോദിക്കാം. അതിൽ കൂടി അങ്ങനെ ചോദ്യങ്ങൾ, ചർച്ചകൾ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ആദ്യം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ചോദ്യം ചോദിക്കുക. ആദ്യം അവരുടെ പേരും ഏത് സ്ഥാപനമാണെന്നുള്ളതൊന്നും പറയണം, എന്നിട്ട് ചോദ്യം ചോദിക്കുക. ശരി. ആരാണ് ആദ്യം ചോദിക്കുന്നത്? ചോദിച്ച സമയം പോകുന്നുണ്ട്.
ഈ കുട്ടികളടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് മീറ്റിംഗിന്റെ ലിങ്ക് അയക്കാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് കയറാൻ വേണ്ടിയാണ് ലിങ്ക് തന്നിരിക്കുന്നത്. സാധാരണ ഇത് പാസ്വേഡ് ഇട്ടാണ് കയറേണ്ടത്. നിങ്ങളെ കുട്ടികളായതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പാസ്വേഡ് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ കിട്ടുന്ന ലിങ്ക് നിങ്ങൾ മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്യരുത്. വളരെ മോശമായിട്ടുള്ള ചില കമന്റ്സ് ഒക്കെ ഈ ഗ്രൂപ്പിൽ കണ്ടു. ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അയാളെ ഗ്രൂപ്പിൽ നിന്ന്. അതൊരു ശ്രദ്ധിക്കണം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, സാറിന് തിരക്കാനുള്ളതാണ്. ചോദ്യങ്ങളുള്ളത് ഡയബറ്റിക്സ് ആൻഡ് ക്യാൻസർ എന്നിവയുടെ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റൂ? ശ്രമിച്ചാൽ ഓക്കെ എങ്ങനെ ചെയ്യണം? ഓക്കെ അത് രണ്ടിനും പ്രത്യേകം ഉത്തരം പറയണം. ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റീസ് മാനേജ് ചെയ്യാനുള്ള ഒരു തെറാപ്പി നമുക്കുണ്ട്. മരുന്നും അതിൻ്റെ കൂടെ എക്സർസൈസും അതിൻ്റെ കൂടെ ഭക്ഷണ നിയന്ത്രണമാണ് ഇപ്പോൾ. അങ്ങനെ അല്ലാതെ നമുക്ക് നിയന്ത്രിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ അത് സാധ്യമാണ്. അതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പം മരുന്ന് 25 വർഷം മുമ്പ് ഡയബറ്റീസിന് കൊടുത്തുകൊണ്ടിരുന്ന മരുന്നല്ല ഇപ്പം കൊടുക്കുന്നത്, മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് പോകണം. പിന്നെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ക്യാൻസർ ഡയബറ്റീസ് പോലെ ഒരു രോഗമല്ല. ഡയബറ്റീസ് തന്നെ 2 ഉണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2. ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം 100-ലധികം തരം ക്യാൻസറുകളും അത് പലതിനും ചികിത്സ വ്യത്യാസമാണ്, വളരെ വ്യത്യാസമാണ്. അപ്പം ആ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഗവേഷണം ഭയങ്കര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പണ്ട് കാലത്തെ പോലെ ഒരു രോഗത്തിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് വരാനായിട്ട് അങ്ങനെയുള്ള ഒരു രോഗമല്ല ക്യാൻസർ. അപ്പോൾ അത് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഉദാഹരണത്തിന് ഇപ്പോൾ റഷ്യയിൽ അവർ ഒരു ക്യാൻസറിന് ഒരു തരം ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറിനെതിരായിട്ടൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്തു. സോ വി ആർ വെയിറ്റിംഗ് ടു സീ വാട്ട് ഇസ് ദി എഫക്റ്റ്. സ്ത്രീകളിൽ ഒരുപാട് വരുന്നൊരു സാധനമാണ്. അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചോദിച്ച കുട്ടിയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, തീർച്ചയായും നമ്മൾ അതിൽ ഗവേഷണം ചെയ്യേണ്ടതാണ്. അത് വളരെ സാധ്യതയുള്ളതാണെന്നാണ് എനിക്ക് പറയാൻ. രാഹുലിന്റെ ചോദ്യം, രാഹുൽ തന്നെ പറഞ്ഞു. രാഹുൽ എസ്. അതെ, ചോദിച്ചോളൂ രാഹുൽ. എവിൻ, ഹ്യൂമനോയിഡ് റോബോട്ട്സ് റിയലി സാധ്യമാണോ? ഈ സാങ്കേതിക വിദ്യയെ കുറിച്ചൊരു കാര്യം പറയും. സാങ്കേതിക വിദ്യക്ക് എന്തും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷെ പരിമിതികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, പൈസ വേണം. 2, എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? മനുഷ്യനെ പോലെ ഒരു യന്ത്രം ഉണ്ടാക്കാമോ? അത് മനുഷ്യ സമൂഹത്തിനെ നശിപ്പിക്കില്ലേ എന്നൊക്കെയുള്ള എത്തിക്കൽ ഇഷ്യൂസ്. അപ്പോൾ അത് രണ്ടും ഒഴിച്ചാൽ, അത് രണ്ടും ഇല്ല എങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് എന്തും ചെയ്യാനൊക്കെ. ഇഷ്ടംപോലെ പൈസയുണ്ട്, എന്ത് ചെയ്താലും ആർക്കും ഒരു പരാതി ഇല്ലെങ്കിൽ എന്തും ചെയ്യാനൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ലോകം അങ്ങനെയല്ല പോകുന്നത്. അതുകൊണ്ട് അതിന് ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ അത് പടിപ്പടിയായിട്ട് അതിലേക്ക് നീങ്ങുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ മേഖലയിൽ ഒരുപാട് വർഷം പഠിക്കുകയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോയി അത് പഠിച്ചിട്ട് വരികയും ഒക്കെ ചെയ്ത്, വളരെ പണ്ട് 1991 ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഭാഷ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയെന്നുള്ള സ്പെഷ്യലൈസേഷനാണ് ഞാൻ പോയി പഠിച്ചത്. കമ്പ്യൂട്ടർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ലബോറട്ടറി എന്ന് പറഞ്ഞ് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വളരെ പ്രശസ്തമായ ലബോറട്ടറിയാണ്. അവിടെ ആ സാങ്കേതിക വിദ്യ അന്ന് പഠിപ്പിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ മുഴുവൻ ഇന്ന് ഒബ്സലേറ്റ് ആണ്. അത് ഉപയോഗിച്ചേ അല്ല ChatGPT വർക്ക് ചെയ്യുന്നത്. ChatGPT വർക്ക്സ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം, ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ശാസ്ത്രപ്രവർത്തനം എന്നുള്ളതിൽ വിശ്വസിക്കുന്നത്. ഇറ്റ്സ് ഇറ്റ് പോസിബിൾ ടു ഫൈൻഡ് ന്യൂ മെഡിസിൻസ് വിച്ച് വിൽ നോട്ട് അഫക്റ്റ് അവർ ബോഡി ലേറ്റർ? ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ നേരത്തെ ഒരുമിച്ച് ഉത്തരം പറഞ്ഞു. നമുക്ക് എന്തും സാധ്യമാണ്. അതൊരു പക്ഷേ തത്വത്തിൽ മാത്രമാണ്. റോബോട്ട് മനുഷ്യനേക്കാൾ മെച്ചപ്പെടുമോ എന്ന് ചോദിച്ചാൽ, എൻ്റെ വിലയിരുത്തൽ 10-20 വർഷത്തിനകം മനുഷ്യൻ്റെ മിക്കവാറും എല്ലാ വൈഭവവും കമ്പ്യൂട്ടർ നേടും എന്നുള്ളതാണ്, AI നേടും എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചോംസ്കിയുടെ ഇന്നേറ്റ് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒരു തത്വം ശരിക്കും AI നേടിയിരിക്കുകയാണ്. ഏത് ഭാഷയും പഠിച്ചെടുക്കാൻ ഒക്കുന്നു. അതുകൊണ്ടാണ് ChatGPTക്ക് ലോകത്തെ എല്ലാ ഭാഷയും അറിയാം. ചൈനീസ് വേണേൽ ചൈനീസ് സംസാരിക്കും. സോഫിയെ വേണമെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് പറയാം. അതിന് സിറ്റിസൺഷിപ്പ് വരെ കൊടുത്തു.
അപ്പോൾ ചൈനീസ് ഭാഷ അറിയാം, സംസ്കൃതം അറിയാം, മൂണിൽ താമസിക്കാൻ ഒക്കുമെന്നാണ് ചോദിച്ചത്. അതൊക്കെ എലോൺ മസ്ക് എല്ലാം സംസാരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. മൂണിലും എന്തുകൊണ്ട് പറ്റില്ല? മൂണിലും താമസിക്കാൻ ഒക്കും. ഇവിടുന്ന് ഒരുപാട് റോക്കറ്റുകളിൽ മെറ്റീരിയൽ കൊണ്ടുപോയി അവിടെ കെട്ടി കെട്ടിടമൊക്കെ ഉണ്ടാക്കി താമസിക്കാൻ സാധിക്കും. താമസിക്കുമ്പോൾ ഒരുപാട് നമുക്ക് പല പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം. കാരണം അവിടുത്തെ ഗ്രാവിറ്റി വ്യത്യാസമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ സ്പേസിൽ ഇരിക്കുന്ന വനിത ആരാണ്? സുനിത വില്യംസ് എന്നാണോ പേര്? അപ്പൊ അവരെ അവിടെ ചെന്ന് ഇത്രയും കാലം സ്പേസിൽ ജീവിച്ചപ്പോൾ നിങ്ങൾ കണ്ടു അവരുടെ മുഖമെല്ലാം ചുളുങ്ങിപ്പോയി. അപ്പൊ ഈ ഗ്രാവിറ്റി വ്യത്യാസം വരുമ്പോൾ ശരീരത്തിന് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇതൊക്കെ പതുക്കെ പതുക്കെ ശാസ്ത്രം പരിഹരിക്കുമെന്ന് വേണമെങ്കിൽ നമ്മൾ കരുതണം. What do you think that what are the barriers to innovation? നമ്മൾ ഇന്നോവേഷന് ബാരിയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എന്തായാലും കേട്ടാൽ അത് ശരിയാവില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ അതിന് 10 പ്രശ്നം കണ്ടുപിടിക്കുന്നവർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നോവേറ്റർ ആവാനൊക്കില്ല. നേരെ വെച്ച് നമ്മളൊരു ഐഡിയ പറയുമ്പോൾ അത് കൊള്ളാമല്ലോ, നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യാം എന്ന് പറയുന്നവരാണ് നിങ്ങളുടെ മെൻറ്റേഴ്സ് എങ്കിൽ നിങ്ങൾ ഇന്നോവേറ്റർ ആവും. അല്ല, നിങ്ങൾ പറയുന്ന ഓരോ പ്രശ്നത്തിനും നിങ്ങൾ ചെന്ന് അതിനെ അടിച്ച് താഴെ ഇരുത്തിയാൽ, കുട്ടികളെ അടിച്ച് താഴെ ഇരുത്തിയാൽ അവർ ഇന്നോവേറ്റേഴ്സ് ആകില്ല. പിന്നെ രണ്ടാമത്, ജഡ്ജ്മെന്റ്, ഏർലി ജഡ്ജ്മെന്റ് നമുക്ക് ഇന്നോവേഷന് നല്ലൊരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇന്നോവേഷന് മണി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ടെക്നോളജി വെച്ചിട്ട് പല പ്രശ്നം വരും. ഉദാഹരണത്തിന് നമ്മളൊരു പുതിയ ChatGPT പോലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിൽ. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് പൈസ വേണം. രണ്ടാമത് അതിനൊരു GPU ചിപ്പുണ്ട്, NVIDIA എന്ന് പറയും. ആ ചിപ്പ് വേണം, 10,000 ചിപ്പ് വേണം. ആ 10,000 ചിപ്പ് കിട്ടൂല നമുക്ക്. പിന്നെ ചില ഇന്നോവേഷൻസ് അപകടമായിരിക്കും. ഉദാഹരണത്തിന് ഒരാൾ വിചാരിക്കുകയാണ് നമ്മുടെ മിന്നലിൽ ഒരുപാട് എനർജി ഉണ്ടല്ലോ, നമുക്ക് ആ മിന്നൽ നമുക്കൊരു പെട്ടിക്കകത്ത് പിടിച്ചു വെക്കാം, അതിന് പ്രത്യേക ബാറ്ററിക്കകത്ത് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ബോത്ത് ഡേഞ്ചറസ് ആൻഡ് നോട്ട് പ്രഡിക്റ്റബിൾ. നിങ്ങൾക്ക് മിന്നൽ വന്ന് നിങ്ങൾ വയ്ക്കുന്ന പെട്ടിക്കകത്തോട്ട് തന്നെ വന്ന് വീഴുന്ന ഉറപ്പ് വരുത്താൻ ഒക്കില്ല. പണ്ട് മിന്നലുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി ചിലരൊക്കെ, ഏതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി മരണം വരിച്ചിട്ടുണ്ടെന്ന് വരെ ഈ അവസരത്തിൽ ഓർക്കണം. AI കുറിച്ച് ഒരുപാട് ചോദ്യം വന്നു, നമുക്ക് വേണമെങ്കിൽ പ്രത്യേക ഒരു ദിവസം സംസാരിക്കാം. AI ഗുണവും ദോഷവും ഉണ്ട്. നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന കറിക്കത്തിക്ക് വരെ ഗുണവും ദോഷവും ഉണ്ട്. വേണമെങ്കിൽ പിന്നെ വെള്ളരിക്ക അരിയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കത്തിയെടുത്ത് നമുക്ക് വേറെ ആളുടെ പുറത്ത് കുത്താം. അതുപോലെയാണ് AI. AI ഗുണപരമായിട്ട് ഉപയോഗിക്കാം, ദോഷകരമായിട്ട് ഉപയോഗിക്കാം. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. റോബോട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കായിക പ്രവൃത്തിയൊന്നും ചെയ്യാനില്ലാതാവും. അതുപോലെ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് കുറയും. റോബോട്ട് തന്നെ എല്ലാം നമുക്ക് എഴുതി തരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിന്താശക്തി കുറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് ദോഷകരമായിട്ട് വരും. നമുക്ക് ഒരു ഉണർവില്ലാത്ത സമൂഹമായിട്ട് മാറിപ്പോവും. വളരെ വളരെ യാന്ത്രികമായിട്ടുള്ളൊരു സമൂഹമായിട്ട് മാറിപ്പോവും. നമുക്കത് വേണമെങ്കിൽ ഒരു ദിവസം വേറൊരു വിഷയമായിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പറയാം സാർ. ഇവര് AI കുറിച്ചൊക്കെ ഒരുപാട് ചോദിച്ചു. തീർച്ചയായിട്ടും താങ്കളെ പോലെയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അത് സംബന്ധമായ അവരുടെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങൾ തീർക്കാൻ ഉള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മുടെ പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ന്യൂട്രൽ ലിവിങ് ഫോർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അതായത് ഈ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. വായുമലിനീകരണമുണ്ട്, ജലമലിനീകരണമുണ്ട്. ഇതിനൊക്കെ പല കാരണങ്ങളാണ്. നേരത്തെ പറഞ്ഞ മാതിരി വെറുതെ ജലമലിനീകരണം എന്ന് പറഞ്ഞാൽ ഒരു വിഷയമല്ല, പല തരത്തിലുള്ള മലിനീകരണമാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഓരോ പ്രദേശത്തും നമ്മളെ ചുറ്റുമുള്ള ഈ പ്രശ്നങ്ങളെ കണ്ടെത്തി അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉള്ള ഒരു ഇന്നോവേറ്റീവ് സൊല്യൂഷനാണ് നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് സംബന്ധമായിട്ട് ഇവർക്ക് എങ്ങനെയാണ് അവരൊരു പ്രശ്നം ചുറ്റുപാടും കണ്ടു, അവർ വഴി നടക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിന് ചുറ്റും അല്ലെങ്കിൽ അവരുടെ വിദ്യാലയത്തിന് ചുറ്റും ഒരു പ്രശ്നം കണ്ടാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അവരെങ്ങനെയാണ് ഈ ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം ഓരോ ഗ്രൂപ്പും 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കണ്ടെത്തി അവർ തമ്മിൽ ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷനുമായിട്ട് വരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് അധികം ചോദ്യങ്ങൾ വന്നില്ല. അതുകൊണ്ട് ടച്ച് ചെയ്ത് പോയാൽ
ഞാനത് സാറ് പറഞ്ഞ സുപ്രധാനമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പെട്ടെന്ന് യാത്ര ചെയ്ത് വന്നങ്ങ് സംസാരിച്ചു തുടങ്ങിയാണ്. ഇന്നൊവേഷൻ എന്ന കീവേഡ് വെച്ചാണ് സംസാരിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞത് നമുക്ക് ഈ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക, അതിൻ്റെ പ്രശ്നങ്ങൾ, പൊല്യൂഷൻ്റെ പ്രശ്നം എന്താണ്, അതിനെ എങ്ങനെ ഇന്നൊവേഷൻ ഉപയോഗിച്ച് പരിഹരിക്കാം എന്നുള്ളതാണ്. അപ്പം അതിനകത്തും നമുക്ക് ജുഗാദ് ഇന്നൊവേഷനും അതുപോലെ തന്നെ നമുക്ക് ഹൈടെക് ഇന്നൊവേഷനും സാധിക്കും. ഞാൻ 2 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ ദൈനംദിന ജീവിത ശൈലിയാണ് പല പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാ കാടും ഗവൺമെൻറ് ചെയ്യുന്ന ചില കാര്യങ്ങളും ഉണ്ട്. ഫാക്ടറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കാട് വെട്ടിത്തെളിക്കുക എന്നൊക്കെ പറഞ്ഞ്. സാറേ മനുഷ്യർക്കാർക്കും അത് ചെയ്യാൻ ഒക്കില്ല, ഗവൺമെൻറ്റും കൂടെ അനുമതി ഉണ്ടെങ്കിലേ ചെയ്യാൻ ഒക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട്, വിച്ച് ക്യാൻ ബി കറക്റ്റഡ് ഇഫ് വി ടേക്ക് സ്റ്റെപ്സ്. അപ്പോൾ അതിൽ സിമ്പിളായിട്ടുള്ള കാര്യമുണ്ട്, ഹൈ എൻഡ് സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഹരിത ചാർട്ടർ ഉണ്ടാക്കും പ്രവർത്തിക്കാൻ, അതൊരു ഇന്നോവേഷനാണ്. അതിനകത്ത് എത്ര സൂക്ഷ്മമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നോക്കുന്നു എന്നൊക്കെ. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഒരുപാട് പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. ഈ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഒരു പൂ കൊണ്ടുതരുന്നു, എനിക്കിന്നും കിട്ടിയോ, ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞൊരു പൂവാണ്. നിങ്ങൾ ഈ പൂവിൻ്റെ ചരിത്രം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഈ പല പൂവും ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ എത്തുന്നത്. ഒരുപാട് ഫ്ലവർ ഷോപ്പ് ചെയ്യുന്നൊക്കെ എഴുതിയിട്ട് ചില സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ പൂ വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ വഴിയിൽ കുട്ടയിൽ പൂ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ നിന്ന് വാങ്ങിക്കാറില്ല. നമ്മൾ കൂടിയ പൂവായിട്ട് വെച്ചിരിക്കുന്നത് ഈ ഷോപ്പിൽ ചെന്ന് വില കൊടുത്ത് വാങ്ങിക്കുന്നു. വലിയ പ്ലാസ്റ്റിക് പൊതിഞ്ഞ ബൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് പ്ലെയിനിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ കാർബൺ എമിഷനും, പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തതിൻ്റെ കാർബൺ എമിഷനും, അത് കഴിഞ്ഞിട്ട് അതിനെ വേസ്റ്റായിട്ട് ദൂരെ കളയും. നമ്മൾ ബൊക്കയ്ക്ക് എത്ര ആയുസ്? 1 മണിക്കൂറത്തെയാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ ആ ബൊക്കെ എടുത്ത് കളഞ്ഞു വെക്കുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് എവിടെ പോകും? അപ്പോൾ അതേസമയം നമ്മൾ അവിടെ കയ്യിൽ കുറച്ച് പൂ വെള്ളം തളിച്ചിട്ട് കുറച്ച് മുല്ലപ്പൂ എടുത്ത് കൈ വെച്ച് കൊടുത്താൽ ഈ പ്രശ്നം കഴിഞ്ഞു. അപ്പം നമ്മുടെ ഗ്രീൻ ചാർട്ടറിൽ എത്ര സൂക്ഷ്മമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ അത് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് വേറൊരു വശം നമ്മൾ നോക്കുന്നു. ഈ വെള്ളം എപ്പോഴാണ് മാലിന്യമാകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഇന്നോവേഷൻ്റെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാത്തിനും സെൻസേഴ്സ് ഉണ്ട്. വെള്ളത്തിൽ എത്ര നനവുണ്ട്, മണ്ണിൽ എത്ര നനവുണ്ട്, നൈട്രജൻ്റെ ഫോസ്ഫറസിൻ്റെ അളവ് എത്രയാണ്, ടെമ്പറേച്ചർ എത്രയാണ്, ഇതെല്ലാം നമുക്ക് സെൻസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് നമുക്കൊരു ചെറിയ ട്രാൻസ്മിറ്റർ സംഘടിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ ചുറ്റും ഇരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച്, നമ്മുടെ സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന പോലെ ഈ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് പരിശോധിച്ചെടുക്കാൻ സാധിക്കും, നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട്. എനിക്കവിടെ തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്ത്, കാട്ടാക്കട എന്നാണ് എൻ്റെ ഓർമ്മ, അവിടുത്തെ വെള്ളം, കാറ്റ്, ടെമ്പറേച്ചർ, മഴ, ഇതെല്ലാം ലൈവായിട്ട് നിരീക്ഷിക്കാവുന്നൊരു സംവിധാനം ICFOS എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടെക്നോളജിക്കലായിട്ട് പരിസ്ഥിതിയെ പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിൽ ഈ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് സെൻസേഴ്സ്. എല്ലാ കാര്യത്തിനും നമുക്കിന്ന് സെൻസേഴ്സ് ലഭ്യമാണ്. എയറിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട്, ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എയറിൽ എത്ര ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, സസ്പെൻഡഡ് ആയിട്ട് എത്ര ഉണ്ടെന്നൊക്കെ മുഴുവൻ നിങ്ങൾക്കറിയാം. ഇപ്പം ഡൽഹിയിലൊക്കെ ഗുരുതരമായിട്ട് പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കണ്ടിന്യൂസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇത് എപ്പോഴാണ് കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ടെക്നോളജിക്കൽ സൊല്യൂഷൻ ഫോർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആണെങ്കിൽ അതിൻ്റെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ സെൻസേഴ്സിൻ്റെ ഉപയോഗമാണ്. അതുപോലെ BBC-യിൽ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത വന്നിരുന്നു. ഇന്ത്യയെക്കുറിച്ചാണ് വാർത്ത. ഇന്ത്യയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതിൻ്റെ വെള്ളം 50% കുറച്ചിരിക്കുന്നതെന്ന് BBC പറയുകയാണ്. എങ്ങനെയാണ് കുറച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ജലത്തിൻ്റെ പിന്നെ ഒരു പ്രിസർവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം മിനിമം വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. അതിനവർ ചെയ്തിരിക്കുന്നത്, മറ്റത് രാവിലെയും വൈകുന്നേരമൊക്കെ വെള്ളം തുറന്ന് വയലിലോട്ട് വിടും ഉത്തരേന്ത്യയിൽ. പക്ഷെ ഇപ്പോൾ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെള്ളം തുറന്നു വിടുന്ന സംവിധാനമെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടർ കൊണ്ട് നിയന്ത്രിച്ചിരിക്കുകയാണ്. വെള്ളം എപ്പോഴാണ് ആവശ്യം എന്ന് സെൻസർ പറയുന്നതനുസരിച്ച് കുറേശ്ശെ തുറന്നു വിടുകയുള്ളൂ. അങ്ങനെ വിട്ടപ്പം 50% വെള്ളം സേവ് ചെയ്യാൻ ഒത്തു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. നമ്മളല്ല, BBC റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇന്ത്യയിലെ കൃഷിയിൽ 50% വെള്ളം നമുക്ക്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ കാര്യങ്ങൾ
ബോത്ത് ടെക്നോളജിക്കൽ ആസ് വെൽ ആസ് നോൺ ടെക്നോളജിക്കൽ. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങളറിയാം, കുട്ടനാടിൽ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യാൻ സാധിക്കുന്നു. അത് ടെക്നോളജിക്കൽ അല്ല, അതൊരു ബുദ്ധിയിൽ ഉദിച്ച ഒരു ജുഗാദ് ഇന്നവേഷനാണ്. അപ്പോൾ അതുപോലെ പരിസ്ഥിതിയെ നമുക്ക് എങ്ങനെ കോട്ടമില്ലാതെ പോകാം, വെള്ളം എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ ഗുണങ്ങൾ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിലാണ് ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലെങ്കിൽ, നമ്മുടെ നാട്ടിലെ കിണറുകളെല്ലാം തന്നെ മൂടി. തിരുവനന്തപുരം നഗരത്തിലൊന്നും കിണറില്ല, എല്ലാം മൂടി. പുതിയ കിണർ കുഴിക്കാൻ പാടില്ല. പക്ഷെ അത് തെറ്റായ തീരുമാനമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളത്തിൽ ഈ ഒരുപാട് അടുത്തടുത്ത് ആൾക്കാർ താമസിക്കുകയും സെപ്റ്റിക് ടാങ്ക് ഉള്ളത് കൊണ്ട് കിണർ മലിനമാകും, അത് വെള്ളം കുടിച്ച അസുഖം വരും എന്ന് പറഞ്ഞാണ് കിണർ അടച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ കിണറിലെ വെള്ളം എടുത്ത് നമുക്ക് ചെടിക്ക് ഒഴിക്കായിരുന്നു, കാറ് കഴുകായിരുന്നു. ഇത് രണ്ടും ചെയ്ത്. അതുപോലെ നമ്മൾ ഗ്രാമത്തിലാണെങ്കിൽ നമ്മുടെ വീടിലെ നമ്മൾ വളരെ പ്യൂരിഫൈ ചെയ്ത് കുടിക്കാവുന്ന വെള്ളമാണ് ക്ലോസറ്റിൽ ഒഴിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടില് ഒരു കിണറുകളിൽ നിന്ന് എടുത്ത വെള്ളം, ഒരു നഗറിൽ ഒരു കിണറിൽ നിന്നെടുത്ത വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്ലഷ് ടാങ്കിലേക്ക് പ്രത്യേകം കണക്ഷൻ ചെയ്താൽ വലിയ സേവിങ്സ് ആണ്, പരിസ്ഥിതിക്ക് വലിയ ആഘാതം കുറയ്ക്കലാണ്. മറ്റേത് പ്യൂരിഫൈ ചെയ്ത് ഒരുപാട് ദൂരം പമ്പ് ചെയ്ത് കൊണ്ടുവന്ന് കുടിക്കാവുന്ന വെള്ളമാണ്. ലോകത്തൊരിടത്തും ചെയ്യൂല. ഇംഗ്ലണ്ടിലൊക്കെ പോയാൽ നമ്മൾ കാണുന്ന കംപ്ലീറ്റ് റീസൈക്കിൾഡ് വാട്ടറാണ് ബാത്റൂമിനകത്ത് ഫ്ലഷിൽ ഉപയോഗിക്കുന്നത്. അത് ഈ നമ്മുടെ കുളിച്ചിട്ട് പോകുന്ന വെള്ളം തിരിച്ച് റീസൈക്കിൾ ചെയ്ത് കുറേ പ്യൂരിഫൈ ചെയ്ത്, അധികം പ്യൂരിഫൈ ചെയ്യേണ്ട കാര്യമില്ല, അതിന് ഫൗൾ സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ തിരിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതൊക്കെ പ്രകൃതിക്ക് കോട്ടം കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാര്യം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കും. ഞാനൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കുറച്ച് കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേര് റോബോട്ടിനെ കുറിച്ച് ചോദിക്കുന്നു. അത് നമുക്ക് വേറൊരു അവസരത്തിൽ നമുക്ക് റോബോട്ടിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ കുറച്ച് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങളുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചോദിക്കൂ, എനിക്കറിയാവുന്ന കാര്യമാണ് പറയാം. ഈ നവനീത് PL, നവനീതിന് ചോദിക്കാനുണ്ടോ? നവനീത് ചോദിക്കണേ, അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ. നവനീത് ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത ആള്. റോബോട്ടിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ. ഞാൻ അതിലോട്ട് ഇപ്പം തൽക്കാലം കടക്കുന്നില്ല. ദാമോദരൻ സാർ ഒരു ദിവസം പറഞ്ഞാൽ പ്രത്യേകം നമുക്ക് റോബോട്ടിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പ്രത്യേക ടോക്ക് പ്രോജക്റ്റ് കുറച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. ഇപ്പോഴ് അവര് ഈ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ്. അവരുടെ ചുറ്റുപാടുള്ള പ്രശ്നങ്ങൾ നോക്കി ഒരു പ്രോബ്ലം സെലക്ട് ചെയ്ത് അവർക്ക് വർക്ക് തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇന്നവേഷൻ്റെ രീതി, അതിൻ്റെ തരം ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മളെ തേങ്ങ പൊതിക്കുന്ന യന്ത്രം മുതൽക്ക് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ. ഉദാഹരണത്തിന് ഇന്നലെയാണ് ഞാൻ ഒരു ലേഖനം വായിച്ചത്. ഒരു ഗവേഷണ പ്രബന്ധമാണ് അത്. ഒട്ടേറെ നൂറുകണക്കിന് ഗവേഷണ പ്രബന്ധങ്ങളെ ഒരു സംഘം അതിനെ സമാഹരിച്ചിട്ട് ഒരു ലേഖനമാക്കി എഴുതി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വായുവിലുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ എമിഷൻ, ദാറ്റ് ഈസ് 2.5 മൈക്രോൺ താഴെയുള്ള പാർട്ടിക്കിൾ, നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ പൊല്യൂഷൻ മെഷർമെൻറ്റിലും അതിൻ്റെ ഒരു കണക്ക് നിയമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രേ ആകാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലും ഏഷ്യയിലുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന രോഗങ്ങൾ, കുട്ടികൾക്കുള്ള അസുഖങ്ങൾ തുടങ്ങി ബ്ലാഡർ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ, എയർ പൊല്യൂഷൻ കാരണമാകുന്നു എന്നുള്ള വലിയൊരു കണ്ടെത്തൽ ആണ് ഈ പേപ്പറിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, നമ്മുടെ കുട്ടികളൊക്കെ തന്നെ നമ്മളെ ഗതാഗതവുമായും നമ്മുടെ വായുമലിനീകരണവുമായും ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റുപാടും കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒന്നുകിൽ ജുഗാദ് ഇന്നവേഷൻ ആയാലും വേണ്ടില്ല, കുറച്ച് കാര്യമായ ടെക്നോളജി ഉപയോഗിക്കേണ്ടതായാലും വേണ്ടില്ല, ഒരു ആശയം നമ്മുടെ നാട്ടിൽ കാണുന്ന രോഗങ്ങളും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് പേരെങ്കിലും അന്വേഷിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇതുപോലെ ഒട്ടേറെ പഠനങ്ങളുണ്ടാകും, നമ്മുടെ ശ്രദ്ധയിൽ വരാത്തതും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്കും ടീച്ചർമാർക്കും അവർ അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാവുന്ന ഒരു മേഖലയാണ്. അത് എങ്ങനെയെന്നുള്ളത് ഇദ്ദേഹത്തെ പോലെ, ഡോക്ടർ അച്യുത് ശങ്കറിനെ പോലെയുള്ള ഒരാളുടെ വളരെ ലളിതമായിട്ടുള്ള സൊല്യൂഷൻ
അദ്ദേഹം തരും. അദ്ദേഹം അതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി SUCIയുടെ പരസ്യത്തിലെ ടൈപ്പിൻ്റെ ഫോണ്ട് അന്വേഷിച്ച അഡോബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരെ നമ്മളെ വ്യത്യസ്തമായ ഒരു കോണിൽ നിങ്ങൾക്ക് അതിനെ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ള ഒരു ചാലഞ്ചാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ വരുമോ നോക്കട്ടെ. സാറേ, ഒരു കുട്ടി നിരന്തരം ചോദ്യം ചോദിക്കുന്നു, അതിനെ അറ്റൻഡ് ചെയ്യണമെന്ന്. അതെ, ഒന്ന് അതിന് മറുപടി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ വളരെ മൗലികമായി പറയാമെന്ന് മാത്രമേ ഞാൻ പറയേണ്ട കാര്യമുള്ളൂ. ഓപ്പൺ ഇന്നൊവേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഈ ഇന്നൊവേഷനെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നതിനാണ് ഓപ്പൺ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. വേറൊരു കുട്ടി ചോദിച്ചിരുന്ന ഈ വെള്ളം പ്യൂരിഫൈ ചെയ്ത് എതിരെയാണ്, കിണറ്റിലെയാണോ അതേ ടാങ്കിലെയാണോ വെള്ളം പ്യൂരിഫൈ ചെയ്ത് കുടിക്കാമോ എന്ന് ചോദിച്ചു. നമ്മുടെ ആധുനിക ലോകത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഈ സയൻസ് വെച്ച് മാത്രം ചെയ്യാൻ ഒക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ക്ലോസറ്റിലെ വെള്ളം എടുത്തിട്ടേ അതിനെയൊക്കെ അരിച്ച് അതിനെ സയൻറ്റിഫിക് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ഏറ്റവും പ്യുവറസ്റ്റ് വാട്ടറായിട്ട് നമ്മുടെ മുമ്പേ കൊണ്ടുവച്ച് നിങ്ങളാരെങ്കിലും കുടിക്കുമോ? നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ നമ്മൾ കുടിക്കും അല്ലേ, ഇത് വളരെ പ്യുവർ വാട്ടറാണെന്ന് പറഞ്ഞാൽ. ഇത് ക്ലോസറ്റിൽ നിന്ന് എടുത്ത വെള്ളമാണെന്ന് പറഞ്ഞാൽ ഇനി എത്ര പ്യൂരിഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ഒക്കും. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യനങ്ങനെ യുക്തി കൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ ഒക്കില്ല. ആ മനുഷ്യൻ്റെ മനസ്സിന് ചില പ്രത്യേകതകളുണ്ട്, അവന് അത് സ്വീകരിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് അത് കുടിവെള്ളമായിട്ട് മാറ്റണം എന്നില്ല. നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ സംരക്ഷിക്കാൻ ചെയ്യേണ്ടത് വീട്ടിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും കാറ് കഴുകുന്നതും വീട് കഴുകുന്നതിൻ്റെ വെള്ളം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ആ വെള്ളത്തിൽ എന്തെങ്കിലും ചെറിയ കോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, കാറ് കഴുകും വരുന്നില്ല. അല്ലെങ്കിൽ അടുക്കളയിലെ പാത്രം ആദ്യത്തെ ലെവൽ കഴുകുന്നതിന് ഒരു പൈപ്പ്, രണ്ടാമത് കഴുകുന്നതിന് വേറൊരു പൈപ്പ്, അങ്ങനെ വെക്കാൻ നോക്കും. നമുക്ക് ആദ്യം കഴുകുന്നത് നമ്മളെല്ലാം ഒന്ന് വൃത്തിയാക്കി അതിൽ പറ്റിയിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ വെക്കുന്നതിന് മുമ്പ് അടുത്ത പൈപ്പിൽ ശുദ്ധജലം വെച്ച് ഒന്നും കൂടെ കഴുകിയിട്ട് എടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഇന്നോവേഷനാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാം ഇന്നോവേഷനാണ്. ശ്രീബുദ്ധ സെൻട്രൽ സ്കൂൾ, ഹൗ മൈറ്റ് ബി, ഒരുപാട് ചോദ്യം വരുന്നതിന് കാണാൻ ഒക്കുന്നില്ല. ഇസ് ദർ എനി മെത്തേഡ് ഫോർ ഡിസ്പോസിങ് ഫുഡ് വേസ്റ്റ് ബെറ്റർ ദാൻ ബയോഗ്യാസ്? നോക്കൂ, നമ്മുടെ വീട്ടിൽ പഴയ കാലത്ത് ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുക, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തീർത്തു എന്ന് ഉറപ്പ് വരുത്തുക, അത് ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമുക്കല്ലാതെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വരാം, ഇപ്പം മലക്കറി എരിഞ്ഞതിൻ്റെ ബാക്കി വരാം. നമ്മളത് എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ബയോഗ്യാസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ 2 വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അടപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു സിമെൻറ്റിൽ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഈ ബാക്കി മലക്കറിയൊക്കെ വരുന്നതെല്ലാം അതിനകത്ത് ഇട്ടിട്ട് അതിൽ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഞാനത് ഈ വെള്ളം ഒഴിക്കും, നിറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ആ അടപ്പ് അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു മാസത്തേക്ക് വലതുവശത്തെ ടാങ്കിലിടും, അതിൽ വെള്ളം ഒഴിക്കും. 10-20 ദിവസം കഴിയുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ ടാങ്കിലോട്ട് മാറും. ഇത്രയും സമയം കൊണ്ട് ഇത് വളമായിട്ട് പതുക്കെ മാറിക്കൊണ്ടിരിക്കും. അതിന് ഭയങ്കരമായിട്ടുള്ള ഗ്യാസ് ഒന്നും പുറത്ത് വരില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇടയ്ക്ക് കുറച്ച് സമയം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കുറച്ച് കരിയിലൊക്കെ വരുമ്പോൾ അതും കൂടെ വാരിയിട്ട് തീയൊക്കെ കത്തിക്കും. അങ്ങനെ ചെയ്തിട്ട് എനിക്കിതുവരെയും ഒരു ചവർ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ട് തള്ളിയാൽ പ്ലാസ്റ്റിക് കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാം, ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ആലോചിക്കാം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുപോലെ ചില വേസ്റ്റ്, ഞാനിപ്പോൾ ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ സാനിറ്ററി നാപ്കിൻ ഒരു വലിയ വേസ്റ്റാണ്. അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നിങ്ങൾക്ക് വലിയൊരു ഇന്നോവേഷൻ ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ ചെറിയ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്ക് ചില ചെടികൾക്ക് ഈ സാധനത്തിനെയൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലെ ഇത് തന്നെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയുടെ ചട്ടിക്കകത്ത് നമ്മൾ കുറച്ച് ചവറ് കൊണ്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ടിട്ട് ചെടി നട്ടു കൊടുത്താൽ ഈ ചവറ് ചെടിയിൽ വളമായിട്ട് ചെടിയിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ചെടി ഈസ് കൺവേർട്ടിങ് ഇറ്റ്. സോ വൈ ഡോണ്ട് യു ട്രൈ ദാറ്റ് ഫോർ സാനിറ്ററി നാപ്കിനകത്തിരിക്കുന്ന ആ കെമിക്കല് മണ്ണിൽ കലർത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പലതരം ചെടി വെച്ച് നോക്കണം, അതിനെ അത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടോ. ഈ ചെടികളൊക്കെ വലിയ കെമിക്കൽ ഫാക്ടറീസ് ആണ്. അതിനകത്തോട്ട് കയറുന്ന സാധനത്തിനെ അത് ചെത്തി അരിഞ്ഞൊക്കെ വേറെ പല സൈസിലാക്കും. എന്നിട്ട് ആ ചെടിയെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ അതിനെ വലിച്ച് നമുക്ക് ചവറിൻ്റെ കൂട്ടത്തിൽ ഇടാനൊക്കും മറ്റേതിനേക്കാളും. ബൈ ദാറ്റ് ടൈം ഈ കെമിക്കൽ മൈറ്റ് ഗെറ്റ് ട്രാൻസ്ഫോംഡ്. അപ്പോൾ അത് ഏത് ചെടിയാണ് അത് സ്വീകരിക്കുന്നത്? ചില ചെടി ചിലപ്പം പട്ടുപോകും നട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്, നമുക്ക് ചെയ്യാവുന്ന ഒരു പരീക്ഷണമാണ്. ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ചെടികൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകുകയും പിന്നീട് നമുക്കതിനെ ഇപ്പം തന്നെ ന്യൂക്ലിയർ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന ഒരു വലിയ ഗവേഷണം എന്താണെന്ന് വെച്ചാൽ, ന്യൂക്ലിയർ വേസ്റ്റ് റേഡിയോ ആക്റ്റീവാണ്.
നിങ്ങൾ ഫിഷൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സാധനം റേഡിയോ ആക്റ്റീവ് ആണ്. സോ സയൻറ്റിസ്റ്റ് ആർ ട്രൈങ് ടു സീ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ വീണ്ടും ഫിഷൻ ചെയ്യുക അൺടിൽ ദേ ബിക്കം നോൺ റേഡിയോ ആക്റ്റീവ്. അപ്പോൾ അത് വേസ്റ്റിന് പ്രശ്നമില്ലാതാകുന്നുള്ളതാണ്. അതുപോലെയാണ് ഈ ചെടിയെ കൊണ്ട് നമുക്കൊരു മെറ്റീരിയലിനെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാനൊക്കെ ഒന്ന് നോക്കുന്നു. ചില പ്രത്യേക മെറ്റീരിയൽസ് അങ്ങനെ നോക്കുക. പ്ലാസ്റ്റിക് ഈസ് ഹാംഫുൾ ടു അസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാംഫുൾ എന്നുള്ളതല്ല, നമുക്ക് ഹാംഫുൾ വരുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ചെറിയ മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് മാറിയിട്ട് നമ്മളത് ശ്വസിക്കുകയും കഴിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കടലിൽ പോയിട്ട് അത് മീൻ കഴിച്ചിട്ട് മീനിനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്നു. അപ്പോൾ പരിസ്ഥിതിയെ അത് ഭയങ്കരമായിട്ട് ആഘാതം വരുത്തുന്നു. കാരണം പ്ലാസ്റ്റിക് വിഘടിച്ചു പോവില്ല. അപ്പോൾ മത്സ്യസമ്പത്തിന് കോട്ടം വരുന്നു. പശു പ്ലാസ്റ്റിക് തിന്നിട്ട് അതിന് അസുഖം ഉണ്ടാകുന്നു. പ്ലാസ്റ്റിക് എങ്ങനെ ഉണ്ടാക്കിയെന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നല്ല ചോദ്യമാണ്. പലരും അത് ആലോചിക്കാറില്ല. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ പെട്രോളിയം കുഴിച്ചെടുക്കുക ചെയ്യുന്ന ആ കടലിൻ്റെ അടിയിൽ നിന്നും അല്ലെങ്കിൽ പ്രത്യേകം ഇതിൻ്റെ സൈറ്റുകളിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ ഈ പെട്രോളിയം എന്ന് പറഞ്ഞാൽ പല ലെവലിലുള്ള പ്രോഡക്ട്സ് ആണ്. മണ്ണെണ്ണയുണ്ട്, പെട്രോളുണ്ട്, ഡീസലുണ്ട്, ഗ്യാസ് ഉണ്ട്, ബിറ്റുമൻ ഉണ്ട്. ബിറ്റുമൻ നമ്മുടെ ബൈബിളിനകത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. ബിറ്റുമൻ ഒരു തരം പ്ലാസ്റ്റിക് ആണ്. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ വലിയ നമ്മുടെ ഒരു നോഹയുടെ പേടകം ഉണ്ടാക്കിയപ്പോൾ അതൊരു പ്രത്യേക വള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ലീക്ക് ചെയ്യാതിരിക്കാനായിട്ട് അതിൽ ബിറ്റുമിനാണ് കൊട്ടിയിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് മുതൽ അല്ലെങ്കിൽ യേശുവിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ്. എനിവേ, പ്ലാസ്റ്റിക് കംസ് ഫ്രം വൺ ഓഫ് ദി കമ്പണൻസ് ഓഫ് പെട്രോളിയം. അതിൻ്റെ പെട്രോളിയത്തിന് ഒരു വലിയൊരു 10-40 ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകമാണ് പ്ലാസ്റ്റിക്കിൻ്റെ റോ മെറ്റീരിയൽ എന്ന് മാത്രം ഞാൻ ഇപ്പം പറയുന്നു. ചോദ്യങ്ങൾ ചിലതൊക്കെ അങ്ങ് തെന്നി മാറിപ്പോയി. ഒന്നും കൂടെ പറയാം. ഹൗ മൈറ്റ് വി ക്രിയേറ്റ് ന്യൂ റവന്യൂ സ്ട്രീംസ് ത്രൂ സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല. ഞങ്ങളൊക്കെ ജനിച്ച സമയത്ത് ഈ കച്ചവടം ചെയ്യുക, ബിസിനസ് ചെയ്യുക, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് കേട്ട് കഴിവ് പോലും ഇല്ല. അതിനെയൊക്കെ എതിർക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി നമുക്ക് ഒരു നല്ല അഭിപ്രായം പറയാൻ പറ്റിയ ആളല്ല ഞാൻ. അപ്പോൾ അത് കുറച്ചും കൂടെ ഈ ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ചിലരെ ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമാണ് പറയുന്നത്. പക്ഷെ വേറെ ചില ഇന്നവേഷൻ എന്ന് പറയുന്നത് ആ കണ്ടുപിടുത്തത്തിനെ എങ്ങനെ വിറ്റ് കാശാക്കുക എന്നുള്ളതാണ്. അത് അത്യാവശ്യമാണ്, അത് ആവശ്യമാണ് നമ്മുടെ നാടിന്. എന്നാലേ നമ്മുടെ നാട്ടിലെ എക്കോണമി പ്രോഗ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ ചോദ്യം. അതിന് ഞാനൊരു വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഞാനതിന് മറുപടി പറയുന്നില്ല. പ്ലാസ്റ്റിക് റെഡ്യൂസ് ചെയ്യുന്ന എങ്ങനെ ഞാൻ 1-2 പരാമർശം പറഞ്ഞല്ലോ. പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുള്ള മെറ്റീരിയൽ കണ്ടുപിടിക്കുക, പ്ലാസ്റ്റിക്കിനെ കൺവേർട്ട് ചെയ്യാം, കുറേയൊക്കെ കൺവേർട്ട് ചെയ്യാം, വേറെ തരം പ്ലാസ്റ്റിക് ആക്കാം. റോഡിൽ ഈ ടാർ ഇടുമല്ലോ, അതും പെട്രോളിയത്തിൻ്റെ ഒരു കമ്പണൻ്റ് ആണ്. അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അങ്ങനെയൊക്കെ ചെയ്യാം. ഓസോൺ ലെയർ ബ്രേക്ക്, വാട്ട് ഈസ് ദ പ്രോബ്ലം? ഓസോൺ ലെയർ ദ്വാരം വീണ് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള ചില നമുക്ക് നല്ലതല്ലാത്ത രശ്മികൾ ഭൂമിയിലേക്ക് വീഴും. അപ്പം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. കാർബൺ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആക്കാനൊക്കെ എന്നുള്ളതാണ്. കാർബണിൽ നിന്നാണ് നമ്മൾ സാധാരണ വളരെ ഫേമസ് ആയിട്ടുള്ള ബക്കി ട്യൂബ്, ബക്കി ബോൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാർബൺ ഒരു വളരെ സവിശേഷമായിട്ടൊരു മെറ്റീരിയലാണ്. ഓർത്തോണം, കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരുടെ ബാക്കിയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കാർബണിനെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, റെസിസ്റ്റർ ഉണ്ടാക്കാൻ കാർബണാണ് ഉപയോഗിക്കുന്നത്, കണ്ടക്ടർ ഉണ്ടാക്കാനും കാർബണാണ് ഉപയോഗിക്കുന്നത്. മോട്ടറിൻ്റെ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ്, അത് കാർബണാണ്. 100 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസും കാർബണാണ്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഇപ്പം പറയാനുള്ള അവസരമല്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ്, കാർബൺ ഒരു സവിശേഷ മെറ്റീരിയലാണ്. പിന്നെ കാർബൺ തന്നെയാണ് നമുക്ക് ഡയമണ്ടായിട്ട് മാറുന്നത്, വേറെ ഫോമാണ് അതിൻ്റെ. അപ്പോൾ കാർബൺ എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ, കാർബൺ ഭൂമിയിലെ ജൈവ സമ്പത്ത് ഫോസിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അത് കിട്ടുന്നത്. ഓക്കെ, ഓസോൺ ഡിപ്ലീഷൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കാർബൺ ന്യൂട്രാലിറ്റി ക്യാൻ കം ഇൻ ടു ഈ ഫാമിംഗ്. കാർബൺ ന്യൂട്രാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണമാണ്, നോർത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം, ഡൽഹിയിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പ് കർഷകർ കരിമ്പിൻ്റെ ചണ്ടി അല്ലെങ്കിൽ വയലിൽ നിന്ന് വെട്ടിയ വൈക്കോലിൻ്റെ ബാക്കി കത്തിക്കുന്നു. അപ്പോൾ ഒരു ബേസിക് പ്രിൻസിപ്പിൾ, നമ്മുടെ വീട്ടിലെ കരിയില കത്തിക്കേണ്ട ആവശ്യമില്ല. കരിയില മണ്ണിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കുഴി കുഴിച്ച് മണ്ണിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണൽ തള്ളിയിട്ടിട്ട് അതിനെ വെള്ളം ഒഴിച്ചാൽ അത് കുറേ കഴിയുമ്പോഴത്തേക്കും അത് മണ്ണിൽ അലിഞ്ഞു പോകും, അത് വളമായിട്ട് മാറിക്കോളും. അതിന് പ്രത്യേകം പിന്നെ വേറെ ഇടത്തൊന്നും കൊണ്ടുപോകണ്ട, അവിടെ കിടന്നാൽ മതി. 2-3 ചെറിയ കുഴികൾ എടുക്കുക, ഒരെണ്ണം നിറയുമ്പോൾ അടുത്തേലിടുക, അടുത്ത് നിറയുമ്പോൾ അതിൻ്റെ അടുത്തേലില്ല, അപ്പോഴത്തേക്ക് മറ്റേതെല്ലാം പൊടിഞ്ഞ് താഴോട്ട് വരും.
യൂസ് ഓഫ് ലിച്ചൻ ടു കാൽക്കുലേറ്റ് പൊല്യൂഷൻ റേറ്റ്. എനിക്ക് ഈ വിഷയം അറിഞ്ഞുകൂടാ, ഞാൻ 2-3 തവണ ഈ ചോദ്യം കണ്ടു. ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ. അത് നമുക്ക് കുറച്ചും കൂടെ പരിശോധിച്ചാൽ മാത്രമേ എനിക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു വിദഗ്ധനല്ല കേട്ടോ. ക്യാൻ യു ചേഞ്ച് വുഡ് ഇൻ ടു സംതിങ് ലൈക്ക് പ്ലാസ്റ്റിക്? നോ എന്ന് പറയുന്നത് ഇന്നൊവേഷൻ്റെ രീതിയിൽ ശരിയായിരിക്കില്ല. താങ്കൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞുകൂടാ, ആലോചിച്ച് നോക്കൂ. വുഡ് പ്ലാസ്റ്റിക് ആയിട്ട് മാറും. ചരിത്രാതീത കാലത്തുള്ള വുഡാണ് ഇപ്പോഴും നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ട് കിട്ടുന്നത്. ആസിഡ് റെയിനൊക്കെ നമ്മൾ പരിസ്ഥിതിക്ക് വിഘാതം വരുത്തിയതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പോൾ വലിയൊരു എഫേർട്ടിലൂടെ നമ്മൾ ഫാക്ടറീസും മറ്റുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ആണ് പിന്നീട് ആസിഡ് റെയിനായിട്ട് വരുന്നത്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യങ്ങൾ എത്രമാത്രം എമിഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വയ്ക്കാനും അത് കൈമാറാനും ഒക്കെ ഉള്ളൊരു സംവിധാനത്തിനാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കിന് വേറെ സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഒക്കുമല്ലോ. നമ്മൾ പ്ലാസ്റ്റിക് നമ്മുടെ നാട്ടിൽ വന്നിട്ടൊരു 75 വർഷമായെന്ന് വിചാരിച്ചോളൂ. അതിനുമുമ്പ് മനുഷ്യൻ ജീവിച്ചില്ലേ? അതിനുമ്പ് മനുഷ്യൻ തുണി കൊണ്ടും തുണി സഞ്ചി കൊണ്ടും ചൂരൽ കൂട കൊണ്ടും എല്ലാ കാര്യം ചെയ്തു. ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് സഞ്ചി ഇല്ലായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അലുമിനിയം പെട്ടി, തടിപ്പെട്ടി കൊണ്ടുവരുന്നവരുണ്ട്, ഇരുമ്പ് പെട്ടി കൊണ്ടുവരുന്നവരുണ്ട്. ക്യാൻ വി മേക്ക് എനർജി ഫ്രം പ്ലാസ്റ്റിക്? നോട്ട് ഇമ്പോസിബിൾ. കാരണം ഏത് സബ്സ്റ്റൻസിനെ എനർജി ആയിട്ട് മാറ്റാൻ ഒക്കുന്നതാണ് ശാസ്ത്രം പറയുന്നത്. അത് വയബിൾ ആയിരിക്കുമെന്ന് വേറെ നോക്കണം. ഈ ഗ്യാസിഫിക്കേഷൻ വഴി പ്ലാസ്റ്റിക് അടങ്ങുന്ന വേസ്റ്റിനെ ഇലക്ട്രിക്കൽ എനർജിയോ അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രൊഡ്യൂസർ ഗ്യാസ് ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അത് എക്കണോമിക്കലുമാണ്. അങ്ങനെയുള്ള പല ടെക്നോളജികളും വരുന്നുണ്ട്. അത് എക്കണോമിക്കലാണോ എന്ന് നോക്കി, അതുപോലെ എൻവയൺമെന്റൽ സേഫ്റ്റി അതിൽ നിന്ന് പുറത്തു വരുന്ന ബൈ പ്രോഡക്ട്സിനുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. മരങ്ങൾ വെട്ടിയാൽ ഗ്ലോബൽ വാർമിംഗ് കുറയുമോ എന്നാണ് ഒരു ചോദ്യം. തീർച്ചയായിട്ടും മരങ്ങൾ ഗ്ലോബൽ വാർമിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. പൂർണ്ണമായിട്ട് കുറയുമോ എന്ന് എൻ്റെ കണക്കെടുത്താൽ നമുക്ക് പറയാനൊക്കുള്ളൂ. അത് അപ്പോഴേ നമുക്കത് പൂർണ്ണമായിട്ട് പറയാം. പിന്നെ വേറൊന്ന്, ചില സൊല്യൂഷൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണം. ആ സൊല്യൂഷന് പുറകിൽ മറഞ്ഞിരിക്കുന്ന കാർബൺ എമിഷൻ കാണും. ഇപ്പോൾ ചെറിയ ഉദാഹരണമാണ്, നിങ്ങൾ കാറ് വാങ്ങിച്ചാൽ, ഇലക്ട്രിക് കാർ വാങ്ങിച്ചാൽ അതൊരു പൊല്യൂഷനും വരുത്തുന്നില്ല എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം ഇലക്ട്രിക് കാർ എനർജി ഉപയോഗിക്കുകയാണ്, ഇലക്ട്രിക്കൽ എനർജി എവിടെ നിന്ന് വരുന്നു? കേരളത്തിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, കേരളത്തിൽ ഹൈഡൽ പവർ ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, പിന്നെ ബാക്കി സോളാറാണ്. അപ്പോൾ അമേരിക്കയിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ കോൾ ഫയർഡ് സ്റ്റേഷൻസിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി വരുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ കരിയും പുകയും സ്റ്റേഷനിലുണ്ടാകുന്നു, കാറിൻ്റെ അടുത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാർ ഇവിടെ ഓടുമ്പോൾ വേറെ എവിടെയോ പുക വരുന്നു എന്നാണ് അതിനെക്കുറിച്ചുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ. നമുക്ക് ഏതായാലും ഇന്നത്തെ ചർച്ച നമ്മൾ 8 മണി വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും സാധാരണ നമ്മൾ 8:15 വരെ പോകുമെങ്കിലും ഇന്ന് അതിലും അല്പം കടന്നിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എല്ലാം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ചാറ്റ് നോക്കിയിട്ട് അവശ്യം ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങൾക്ക് പിന്നീട് നമ്മൾ ഉത്തരം ശേഖരിച്ച് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടെയോ മറ്റോ നമുക്ക് ഉത്തരങ്ങൾ നമ്മൾ സ്പീക്കറുമായി ആലോചിച്ചും അല്ലാതെയും നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ തരാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയും നീട്ടി നമ്മുടെ പ്രഭാഷകൻ്റെ രാത്രി ഭക്ഷണവും നിങ്ങളുടെ രാത്രി ഭക്ഷണവും കൂടുതൽ താമസിപ്പിക്കരുത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഈ ചർച്ച അവസാനിപ്പിക്കാം. പിന്നെ ഈ പരിപാടിക്ക് നന്ദി പറയാൻ ഞാൻ പ്രൊഫസർ ശ്യാമളെ അവരെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഡോക്ടർ രത്നകുമാർ എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അത് അതിനു മുമ്പ് അറിയിക്കും. അത് കഴിഞ്ഞ ഉടനെ ഡോക്ടർ ശ്യാമള. മോഹനാണ് സെക്രട്ടറി. ശ്യാമളയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓ സോറി. അപ്പൊ ആരാണ്? ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ. ആദ്യമായിട്ട് അച്യുതന്റെ സാറിന് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ടോക്കാണ് നടന്നതിനകത്ത്. അതിൽ വെച്ചാൽ ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ ബേസിക്കായിട്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷണത്തിൽ സംസാരിച്ചത്.
അദ്ദേഹത്തിന് ഞാൻ പ്രത്യേക ഒരു നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കൂടാതെ ഒരു അനൗൺസ്മെന്റ്, അടുത്ത നമ്മളെ ക്ലാസ് 6-ാം തീയതി 8-ാം തീയതി 2 ക്ലാസ് കൂടി തൽക്കാലം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലുള്ള നമ്മളുടെ ക്ലാസ് തീരുകയാണ്. നിങ്ങൾ ഈ പങ്കെടുത്ത കുട്ടികളെല്ലാം പിന്നെ 6-ാം തീയതി 8-ാം തീയതി 7 മണിക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിലിടും. നിങ്ങൾ പങ്കെടുക്കുക അതിനകത്ത്. അതുപോലെ തന്നെ നമ്മളെ ഈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ, ബാക്കിയുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ 145 പേരോളം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഏതാണ്ട് 360ഓളം മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം കാണുന്നുണ്ടെന്നുള്ള കറക്റ്റാണ്. അപ്പൊ ആർക്കെങ്കിലും ഇത് ചേരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അതിനകത്ത് അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് അത് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യണം. അവസാനം ഇവാലുവേഷൻ വരുമ്പോൾ അതും ശ്രദ്ധിക്കും. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. അപ്പൊ അടുത്ത വോട്ട് താങ്ക്സ് വിട്ടുപോവാം. നമ്മുടെ മോഹൻ ഉണ്ടല്ലോ, നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ഓഫ് GEF, മോഹൻ മാഷ് BTV ഒരു ഔപചാരികമായ ഒരു നന്ദി പ്രകടനം ഹലോ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യണം, വോയിസ് വന്നില്ല. ഒന്ന് അവിടെ Host is not allowing participate to unmute themselves എന്നാണ് പറയുന്നത്. ഇല്ല, നിങ്ങൾ ഇപ്പൊ ശരിയായി. സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ശരിയായി ഇപ്പൊ കേട്ടു തുടങ്ങി. ഓക്കെ, കേൾക്കുന്നുണ്ട് സർ. പ്രിയമുള്ളവരെ, നമ്മുടെ ഗ്രീൻ എനർജി ഫോറത്തിന്റെ 8ാമത്തെ സൂം മീറ്റിംഗ് ആണ് ഇന്നിവിടെ കഴിഞ്ഞത്. നമ്മുടെ കൊല്ലം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ അനേകം സ്കൂളുകളും കോളേജുകളും നമ്മുടെ ഗ്രീൻ എനർജി ഫോറത്തിന്റെ യൂണിറ്റിൽ ചേർന്നിട്ടുണ്ട്. നമ്മുടെ 14 ജില്ലയിലും ഇങ്ങനെയുള്ള സ്കൂളുകളും കോളേജുകളും ഈ യൂണിറ്റിൽ ചേരുകയാണെങ്കിൽ നമ്മുടെ ബഹുമാന്യനായ ദാമോദർ സാർ തുടക്കം കുറിച്ച് ഈ സംരംഭം കേരളത്തിലെ ഏറ്റവും വലിയൊരു എൻജിഒ മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയും, അതായത് EMC ആയാലും ശാസ്ത്ര സാഹിത്യ പരിഷത്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് വളരെ നല്ല നിലയിലാണ് കേരളത്തിൽ പോകുന്നത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ഇന്നൊവേഷനെ കുറിച്ച് വളരെ ലളിതമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് തന്നിട്ടുള്ള ഡോക്ടർ അച്ചു ശങ്കർ സാറിന് പ്രത്യേകമായിട്ട് ഞാൻ നമ്മുടെ ഗ്രീൻ എനർജി ഫോറത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ്. വളരെ ലളിതമായി തന്നെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് കുറേയേറെ അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ദാമോദർ സാറിനും അതുപോലെ തന്നെ രത്നകുമാർ സാറിനും ഔപചാരികമായി ഞാൻ ഗ്രീൻ എനർജി ഫോറത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഗ്രീൻ എനർജി ഫോറത്തിന്റെ മറ്റു ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നമ്മുടെ കുട്ടികൾക്കും അതുപോലെ അവരുടെ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞാൻ ഗ്രീൻ എനർജി ഫോറത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു വാക്കുകൂടി ഞാൻ ചേർക്കുകയാണ്. കാരണം ഈ പ്രോജക്റ്റ് തന്നിരിക്കുന്നതും ഇതിനു വേണ്ടി എല്ലാ തുടക്കം മുതൽ ഇന്ന് വരെയും വളരെയധികം സഹകരിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് നമ്മൾ IRE ചവറയാണ്. അപ്പോൾ ഇന്ത്യൻ ഡയറക്ട്സ് ലിമിറ്റഡ് ചവറയാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ മാനേജർക്കും അതിൻ്റെ CSR പ്രോജക്റ്റ് ഡിവിഷൻ്റെ ജനറൽ മാനേജർക്കും അതുപോലെ അവിടെ ഉള്ള മറ്റ് ഉദ്യോഗസ്ഥരും ഈ പ്രോജക്റ്റിൽ വളരെയധികം താല്പര്യത്തോടു കൂടി ഈ ക്ലാസ്സുകളിൽ പോലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് കൂടി അത് മറന്നുപോയി. അപ്പം അതുകൊണ്ട് IRE കൂടിയുള്ള ഒരു നന്ദി ഞാനിവിടെ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്, കുട്ടികളും വിചാരിക്കും. അപ്പം അതുകൊണ്ട് പ്രത്യേകം ഇടപെട്ട് പറയാണ്. തീർച്ചയായിട്ടും ഏതായാലും ക്ഷമിക്കണം, IREന്റെ ഭാരവാഹികൾക്ക് നന്ദി പറയാൻ ഞാൻ വിട്ടുപോയതാണ്. അത് എനിക്ക് വേണ്ടി തന്നെ ദാമോദർ സാറ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോ രത്നകുമാർ സാർ, നമുക്ക് ഇനി എന്നാലും അടുത്ത ക്ലാസ് 6-ാം തീയതി എല്ലാവരും അതിൽ പങ്കെടുക്കണം.
ഡോക്ടർ സുരേഷ് കെ നായർ, അദ്ദേഹം ഒരു വളരെ പ്രസിദ്ധനായ ഒരു ഇൻവെൻറ്ററും ഇൻഡസ്ട്രിയൽ മേഖലയിലും ഈ ടെക്നോളജി മേഖലയിലും അതിൽ തന്നെ ഫോട്ടോണിക്സ്, പിന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധേയമായ കോൺട്രിബ്യൂഷൻസ് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഉള്ള ഒട്ടേറെ സ്ഥാപനങ്ങളെ, വൻ സ്ഥാപനങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഇന്നവേഷൻസിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അച്യുത് ശങ്കർ സാർ പറഞ്ഞ മാതിരി വളരെ രസകരമായിട്ടും വളരെ ലളിതമായിട്ടും അദ്ദേഹത്തിന് പറയാനറിയാം. അതുകൊണ്ട് തീർച്ചയായും 6-ാം തീയതിയിലത്തെ ക്ലാസ് ഒട്ടും മിസ്സാവാതെ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രോജക്റ്റ് വളരെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഇതെല്ലാം സഹായിക്കും എന്ന് നിങ്ങൾക്ക് ഇതെല്ലാം കഴിയുമ്പോൾ മനസ്സിലാവും. നന്ദി. ഇനിയിപ്പോ നമ്മൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച അനുസരിച്ച് യൂട്യൂബ് ചാനല് നിങ്ങൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്കിപ്പം 7 ക്ലാസ് അതിൽ ആൾറെഡി വീഡിയോ റെക്കോർഡ് ഇട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നാളെ റെക്കോർഡ് ചെയ്യും. ഉറപ്പം നിർത്താമല്ലോ സാർ? ശരി ശരി. അതിന്റെ 140 കൂടുതൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. നല്ല റെക്കോർഡാണ്. അതായത് നമ്മള് ചാറ്റിൽ തന്നെ ഉണ്ട്, നമ്മളെ ഈ ചാനലിൽ തന്നെ ഉണ്ട് 350 പേരോളം ആൾറെഡി ഇത് കണ്ടു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അത് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കൂടുതൽ ആൾക്കാർ ഇത് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് എൻഡ് ചെയ്യട്ടെ സാർ? ശരി. അച്യുത് ശങ്കർ സാറിനോട് ഒരിക്കൽ നമ്മുടെ എല്ലാവരുടെയും പേരിൽ കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, ശരി സാർ.